English, it's difficult for me to translate into English and tell you. കുഞ്ഞിന് പറഞ്ഞു കൊടുക്കണം. ഞാൻ പറഞ്ഞ നമ്മുടെ മലയാളികളെല്ലാം കുഞ്ഞിന് കളിയാക്കും. എന്നൊക്കെ ഒന്നും അറിയത്തില്ല പേരൻസ്. അതൊന്നും ഞാനൊന്നും പറഞ്ഞു കൊടുക്കാൻ പോകുന്നില്ല. ഇതെന്താന്ന് മലയാളം മനസ്സിലാക്കിയിട്ട് പറഞ്ഞു കൊടുക്കണം. ഹിമാലയ പർവ്വതത്തിൽ മഞ്ഞ് പെയ്യാറുണ്ട്. അവിടെ പെയ്താൽ ഞാൻ അവിടെ ഷൂട്ടിങ്ങിനൊക്കെ പോകാറുണ്ട്, പട്ടാളത്തിനും പോയിട്ടുണ്ട്. ആ മഞ്ഞ് വീണാൽ അപ്പൊ തന്നെ ഫ്രീസ് ചെയ്യും. കരിങ്കല്ല് വാങ്ങി കട്ടയായി കിടക്കും. അതിന്റെ കീഴില് ഒരലയോ ഒരു മരമോ ചെടിയോ പൂവോ കായോ ഒന്നും ഉണ്ടാവില്ല. അതൊന്ന് ഫ്രീസ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു വല്ലാത്ത എക്സ്ട്രീം കോൾഡുമാണ്. ഒരു നന്മ ആർക്കുമില്ല. കർത്താവിന്റെ പർവ്വതത്തിൽ പെയ്യുന്ന മഞ്ഞ് അങ്ങനെയല്ല, ഫ്രീസ് ചെയ്യല്ല. 100 മാതിരി വീണുകൊണ്ടിരിക്കും. അപ്പൊ തന്നെ അത് ഒലിച്ച് മിനിറ്റിൽ അങ്ങ് പോകുമോ. അതിന്റെ കീഴിൽ ആ സമയത്ത് പൂവ്, ചെടികൾ, പൂവ്, കായ എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കും. സമ്പന്നമാണ് ആ സമയം. കൂടാതെ ഒരു കുളിർമയുണ്ട്. ഇന്ന് രാവിലെ കാറ്റടിച്ചപ്പോൾ എനിക്കിവിടെ ഒരു കുളിർമ തോന്നി. എനിക്ക് തണുപ്പൊന്ന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. തമ്പി എന്റെ പ്രിയപ്പെട്ട സഹോദരൻ ഫോട്ടോ ഇട്ടു. പുള്ളിക്ക് തണുത്തതാണെന്ന് പറഞ്ഞു. എനിക്ക് തണുപ്പ് ഫീൽ ചെയ്തേ. എനിക്ക് ഈ ചെറിയ തണുപ്പാണ് വേണ്ടത്. അമേരിക്ക തണുപ്പിൽ അനുഭവിക്കണ്ടേ. എന്തായിരുന്നാലും ഇതാണ് ഹെർമോണിയ മഞ്ഞിന്റെ പ്രത്യേകത. നാശമില്ല, കുളിർമയുണ്ട്. നമ്മൾ ഒത്തൊരുമിച്ച് വസിച്ചാൽ ഇതാണ് ലഭിക്കുന്നത്. ഒരിക്കലും മറക്കരുത്. അതുകൊണ്ടാണ് 133 ദാവീദ് ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇനി എനിക്കൊരു കാര്യം പറയാനുള്ളത്. ഇന്ന് നാട്ടിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ അമേരിക്കയിലുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. നമ്മുടെ തലമുറ കുഞ്ഞുങ്ങളുടെ സ്കൂളിൽ നിന്ന് വന്ന് ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ ഏതോ 6 മാസം മുമ്പേ കയ്യിൽ തുടച്ച് രൂപയിട്ട ഒരു സഹോദരൻ വന്ന്, അതിന്റെ ഡിനോമിനേഷൻ എന്താണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് ഇടത്ത് കയ്യിൽ ഒരു വേദപുസ്തകം പിടിച്ചിട്ടുണ്ട്. ഈ രൂപ കഴിഞ്ഞിട്ട് തന്നെ മാസം 5-6 ആയതാണ്. എന്നിട്ടാണ് വന്ന് നമ്മുടെ കുഞ്ഞുങ്ങളോട് ചോദിക്കും, മോള് പേരെന്തുവാ? എന്റെ പേര് ഇന്നതാണ്. അവിടെ അല്ല സാറാമെന്നോ? ശരി മോളെ. മോളെത്ര പഠിക്കുന്നത്? ഞാൻ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. മോള് ക്രിസ്ത്യാനിയാണോ? സാറാമെന്ന് പറയുന്നത് ക്രിസ്ത്യനാണ്. അതെ. ഏതാ മോളെ? ഏത് സഭയിലാ? കുഞ്ഞു പറയും, ഞാൻ ഓർത്തഡോക്സ് സഭയിലാണ്. ഓർത്തഡോക്സിലാണോ? അടുത്ത ചോദ്യം ഈ മനുഷ്യൻ ചോദിക്കുന്ന കുഞ്ഞുങ്ങളുടെ കൈ ചോദിക്കും, എടി മോളെ നീ രക്ഷിക്കപ്പെട്ടവളാണോ? ഒരു വരുത്ത ശബ്ദമൊക്കെ ഉയർത്തി ഈ കുഞ്ഞു കുട്ടികളെ വറക്കുക. എടി മോളെ നീ രക്ഷിക്കപ്പെട്ടവളാണോ? ഈ കുഞ്ഞുങ്ങൾ എന്തുത്തരം പറയും? മോളെ രക്ഷിക്കപ്പെട്ടവളാണോ? ആണോ? ആന്ന് മോളെ, സംശയിക്കണ്ട. മനസ്സിലായോ? എന്തുകൊണ്ട് ആണെന്ന് രാജോട് പറഞ്ഞത്? നിന്നെ മാമോദിസ ബാപ്റ്റിസം ഒക്കെ കഴിഞ്ഞല്ലേ മോളെ? മാമോദിസ മുക്കിയതല്ല അച്ഛന്മാര് ആണല്ലോ. മോളെ റുഷ്മ കുത്തി ഇന്നും അച്ഛൻ എടുത്തു പറഞ്ഞു. കുത്തുമ്പോൾ തന്നെ നമ്മള് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു. ഓർത്തോഡോക്സ് മാതാപിതാക്കളാ ജന്മം എടുത്തപ്പോൾ തന്നെ നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു മോളെ. ശരിയാണോ? ഇവര് പറയുന്നത് ചോദിച്ചാൽ ഉത്തരം കൊടുത്തോണം. ഞങ്ങൾ ഓൾറെഡി രക്ഷിക്കപ്പെട്ടവരാണെന്ന് പറഞ്ഞോണം. ഇംഗ്ലീഷോ തമിഴോ മലയാളം എന്ത് ചോദിച്ചാലും ഈ മക്കളെ എന്താ രക്ഷയെന്നുള്ള കുഞ്ഞുങ്ങൾക്ക് അറിയുമോ? Do you know what is salvation? What is that? സുന്ദരകുട്ടൻ അടുത്ത മമ്മൂട്ടിയോ ഞാൻ സ്ഥിരമായി കേട്ടൊരു സാൽവേഷൻ നോക്കിക്കോളാം. Very handsome. Do you study well? What do you want to be in your life? Astronomer. Astronomer. പള്ളികളിൽ ഒരു ഗ്യാപ്പുണ്ട്. ആണിനും പെണ്ണിനും പറയുന്നത് ഭാഗ്യമാണ്. ഇന്നില്ലാത്തൊരു പ്രയോജനം ചെയ്തില്ലേ? നമ്മുടെ എനിക്ക് വലിയ സന്തോഷം. നമ്മുടെ തലമുറയെല്ലാം മിടുക്കറ കുഞ്ഞുങ്ങളെല്ലാ കുടുംബങ്ങളെ കണ്ട കുഞ്ഞുങ്ങൾ ഒന്നിനൊന്നും മിടുക്കറ. എനിക്ക് വലിയ സന്തോഷമാണ്. നമ്മുടെ സമ്പത്ത് ഈ കുഞ്ഞുങ്ങളാന്ന് ഓർക്കണേ. നമ്മുടെ ഈ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോയി. ഇവിടുത്തെ കാറോ BMW വീടൊന്നും വലിയ കാര്യമല്ല. അങ്ങനെ നോക്കുമ്പോൾ ഇവരാണ് നമ്മുടെ ഓർത്തഡോക്സ് സഭയുടെ സമ്പത്തായി ഇരിക്കുന്ന കുഞ്ഞുങ്ങളല്ല. ഈ മിടുക്കികളെല്ലാം നമ്മുടെ സമ്പത്തായി. ഇവർക്ക് വേണ്ടി നമ്മൾ ത്യാഗം സഹിക്കണം. ഇവരെ നേരെയാക്കി എടുക്കണമെങ്കിൽ എന്താണ്? ഇന്ന് രാവിലെ ഒരു അധ്യായം എടുത്ത് വായിക്കുമ്പോൾ എന്റെ കൈ കിട്ടിയത് പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിലെ 6ാം അധ്യായമാണ് ഇന്നത്തെ കൈ കിട്ടിയത്.
അതിന്റെ തുടക്കം ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഓർത്തിരിക്കാൻ എനിക്ക് പ്രയാസമാണ്. എനിക്ക് ആക്സിഡന്റ് കഴിഞ്ഞാൽ മെമ്മറിയിലേക്ക് എനിക്ക് പ്രശ്നമുണ്ടായതുകൊണ്ട് മക്കളെ എന്ന് വിളിച്ചിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. ഇത് സത്യത്തിൽ കേൾക്കണം. ഇവിടുത്തെ ഈ പണിയുള്ള കുഞ്ഞുങ്ങൾ മലയാളം മനസ്സിലാക്കുന്നവർ നോക്കിക്കോണേ. എഫേസ്യരുടെ 6-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ. മനസ്സിലായോ? കൗമാരപ്രായത്തിലേക്കുള്ള കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ. കർത്താവിൽ അനുസരിപ്പീൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാതാപിതാക്കളെ കർത്താവിൽ, ദൈവം തമ്പുരാന്റെ നാമത്തിൽ നിങ്ങൾ തമ്പുരാനെ ഭയം വേണം നമുക്ക്. ഇന്ന് നമ്മൾ പള്ളിയിൽ ആരോപിച്ചിരിക്കുന്നതൊക്കെ ബൈ ഹിസ് ഗ്രേസ്, നമ്മുടെ മിടുക്കല്ല, കർത്താവിന്റെ അനുഗ്രഹം കൊണ്ടാണ് നമ്മുടെ ഈ കൂട്ടായ്മ എവിടെയും വരാനും എനിക്ക് ഫ്ലൈറ്റൊക്കെ എടുത്തിട്ടുള്ളത് വരാൻ അനുഗ്രഹം കിട്ടിയത് തമ്പുരാന്റെ അനുഗ്രഹം കൊണ്ടാണ്. അപ്പൊ നിങ്ങൾ മാതാപിതാക്കളെ കർത്താവിൽ അനുസരിപ്പീൻ. മോനെ, do you obey your parents? Sure. Disobey ചെയ്തില്ലല്ലോ. You will obey them totally, 100%. അവൻ കള്ളം പറഞ്ഞില്ല, അവൻ സത്യം പറഞ്ഞ ശരിക്കാരനാണ്. From this day you should obey your parents 100%. കർത്താവിന്റെ way, God's name. Will you do that? പള്ളിയിലാണെന്ന് കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിച്ചോട്ടെ, വ്യക്തികൾ പെർമിഷൻ ഒന്ന് കൈയടിച്ചൊന്ന് പ്രോത്സാഹിപ്പിച്ചു. വലിയ ലെവലിൽ ഡോക്ടറൊക്കെ ആവും കേട്ടോ. എന്തോ ശരിക്കും അപ്പൊ ഇത് കേട്ടോ മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിനനുസരിച്ച്, അത് ന്യായമല്ലോ, അതാണ് ജസ്റ്റ് എന്ന് പറയുന്നത്, അതാണ് ന്യായം. നിങ്ങൾ അനുസരിച്ചേ ഒക്കുള്ളൂ. ഇപ്പൊ കുഞ്ഞുങ്ങള് അനുസരിക്കുന്നുണ്ടോ മാതാപിതാക്കളെ? സൂക്ഷ്മമാണോ? അതോ മൊബൈൽ ഫോണിന്റെ നമ്മുടെ എന്തോ മറ്റേ GPS അനുസരിച്ചാണോ ജീവിതം കൊണ്ടുപോകുന്നത്? ജീവിതത്തിന്റെ GPS പോകുന്നത്. അപ്പനോടും അമ്മയോടും അവരുടെ അനുവാദവും സന്തോഷം കൂടാതെ കുഞ്ഞുങ്ങളൊന്നും ചെയ്യരുത് ജീവിതത്തിൽ. കേൾക്കുന്നുണ്ടല്ലോ കേട്ടോ? ഒബേ യുവർ പേരൻസ്, അതാണ് ആദ്യം പറഞ്ഞത്. ഇതാണ് കർത്താവിന്റെ കൽപ്പനയായത്. ദിസ് ഈസ് ഹിസ് ഓർഡർ. ജീസസ് ക്രൈസ്റ്റിന്റെ ഓർഡറായത്. ബാക്കി കേട്ടാട്ടെ, അത് ന്യായമല്ലോ. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ, എന്തോ ഒരു അർത്ഥമാണ് നോക്കിയാൽ, നിങ്ങൾ അനുസരിച്ചാൽ നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസോട് ഇരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. മനസ്സിലാവുന്നുണ്ടോ? നിനക്ക് നന്മ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ കാലത്ത് നന്മ എന്ന് പറഞ്ഞാൽ എന്താ പറയുക? ഫസ്റ്റ് യുവർ ഹെൽത്ത്, പിന്നെ നിങ്ങളുടെ ഫ്യൂച്ചർ സ്റ്റഡീസ്, നിങ്ങളുടെ ഫ്യൂച്ചർ, നിങ്ങളുടെ കല്യാണം, നല്ലൊരു പുരുഷൻ വേണം, നല്ല പെൺകുട്ടികളുടെ വേണം, പിന്നെ ജോലി വേണ്ടേ, നല്ലൊരു ഡോളർ സമ്പാദിക്കണ്ടേ. ഇതാണ് നമ്മൾ ഇന്നത്തെ കാലത്തെ ആരോഗ്യം, എഡ്യൂക്കേഷൻ, നമ്മുടെ കുടുംബത്തിനകത്തെ സമാധാനം, സന്തോഷം. ഇതാണ് നിങ്ങളുടെ നന്മ എന്ന് പറയുന്നത്. ഇതുണ്ടാകണമെങ്കിൽ നിങ്ങൾ അനുസരിക്കണം. യു ഷുഡ് ഒബേ യുവർ പേരൻസ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. കേട്ടോ മോനെ? എല്ലാം നന്മ നിങ്ങൾക്കുണ്ടാവും, നിങ്ങൾക്കെല്ലാം തരും. ഇപ്പൊ മോനെ ഏത് വണ്ടിയാണ് പപ്പ ഉപയോഗിക്കുന്നത്? Which car your dad drives? Benz. എന്താ വേണം? ഞങ്ങൾ ബെൻസ് സ്പെല്ലിംഗ് പോലും നാട്ടിൽ പഠിച്ചത് BSc പാസ്സായതിനു ശേഷം. എങ്ങനുണ്ട്? എന്താ ഇവിടെ കുറവ്? അറിഞ്ഞ് തപ്പുരാൻ അന്വേഷിച്ചിരിക്കുകയല്ല മക്കളെ. So you drive the car? No, you are too young for it. ഇവിടെ 16 വയസ്സ് കഴിയുമ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുമോ? How much old are you now? Oh, 4 വർഷം കൂടെ കഴിഞ്ഞ മോനെ കൊടുക്കും. അതിന് സാധ്യമല്ല. You drive after 16. Okay. Mono, what car your dad uses? Toyota is or Lexus? Corolla. എന്ത് വേണം? കൊറോള ആണ് ഈ കുഞ്ഞിന്റെ വീട്ടിൽ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം നോക്കാട്ടെ. കൊറോള, ബെൻസ്, ഞങ്ങളൊക്കെ ഏത് റോളാണ് നമ്മളോട് കണ്ടിരിക്കുന്ന നാട്ടില്. എന്റെ ദൈവം, ഡിഗ്രി കഴിഞ്ഞ് മിലിറ്ററി കയറിയിട്ട് സിനിമയിൽ കയറിയതിനു ശേഷമാണ് ഈ കാറുകളൊക്കെ അത്യാവശ്യം നല്ല കാറുകളൊക്കെ കാണാൻ തുടങ്ങിയത്. ആയിക്കോട്ടെ മക്കളെ, നിങ്ങൾ അത് നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസോടിരിക്കാനും. അതിന്റെ അർത്ഥം എന്തുവാ? God will give you a long life. ഒത്തിരിനാൾ ജീവിക്കാം. 19 വയസ്സുകളിൽ നിന്ന് നിങ്ങളുടെ മക്കളെ, കൊച്ചുമക്കളെ എല്ലാം കാണാം. ഇവിടെ കുറച്ച് അമ്മച്ചിമാരൊക്കെ വന്നപ്പോ കണ്ടു. അവരുടെ മക്കളെ, കൊച്ചുമക്കളെ എല്ലാം എടുത്ത് കളിപ്പിച്ചുകൊണ്ടിരിക്കുക മടിയിൽ. ഇന്നും രാവിലെ ഞാൻ വന്നത് എന്റെ സഹോദരന്റെ മകന്റെ കുടുംബത്തിൽ, മകന്റെ ഭാര്യയുടെ അമ്മയുണ്ട്, നല്ല സുന്ദരിയായ അമ്മച്ചി, നമ്മുടെ നാടൻ വേഷമൊക്കെ ഇട്ട്. അമ്മച്ചി കുഞ്ഞുങ്ങളെല്ലാം അമ്മച്ചിയാണ് നോക്കുന്നത്. 2 കുഞ്ഞുങ്ങളെ അമ്മച്ചി നോക്കും. എനിക്ക് സന്തോഷമായി. എന്താ ഒരു കാരണം? അത്
ഇനി പ്രായമുള്ള ഒരു സഹോദരങ്ങളാണ് ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഇനിയുള്ള നമ്മുടെ ജീവിതം എനിക്ക് 62 വയസ്സാവുകയാണ് ഇപ്പോൾ. ഇനി നമ്മുടെ ജീവിതം എന്താ? ചുമ്മാ തിന്നോണ്ടിരിക്കാനാണ് നമ്മുടെ ജീവിതം. എന്താ നമുക്കിനി ബാക്കിയുള്ള ജീവിതം എന്തിനു വേണ്ടിയാ? നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അമേരിക്കയിൽ അടുത്ത് ജോലി ചെയ്യുന്ന കുഞ്ഞുങ്ങൾ കൊച്ചുമക്കളുമായിട്ട് ജീവിക്കുകയാണെങ്കിൽ അവരെ നോക്കാൻ വേണ്ടി വേണം നമ്മുടെ ജീവിതം. അല്ല നാട്ടിൽ പോയി സൂക്ഷിച്ച് ജീവിക്കാൻ ഇവരിങ്ങനെ ഡോളർ അയച്ചു തന്നോട്ടെ, അല്ലെ പെൻഷൻ കിട്ടുമല്ലോ അവിടെ പോയി അടിച്ചു കൊടുക്കുക. എന്റെ റിക്വസ്റ്റ്, നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ അടുത്ത് തന്നെയൊക്കെ ചുറ്റിപ്പറ്റിയൊക്കെ നമ്മൾ ഏതെങ്കിലും ഒരു വീടൊക്കെ എടുത്ത് നിന്നാൽ നമ്മുടെ സന്താനങ്ങൾക്ക് നമ്മുടെ ജീവിതം പ്രയോജനപ്പെടുമെന്നാണ് എന്റെ എളിയ മനസ്സ് പറയുന്നത്. അത് വലിയ അനുഗ്രഹമായിട്ട് മാറുകയും ചെയ്യും. പിന്നെ മാതാപിതാക്കൾക്കും അതേ അധ്യായത്തിലൊരു ഉപദേശമുണ്ട്. പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തുകയും. പിതാക്കന്മാർക്ക് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് ദൈവനമ്പുരാന്റെ. നമുക്ക് പറയാം, ചുമ്മാ അമേരിക്കയിൽ കുഞ്ഞുങ്ങൾ ഡയറി ചെയ്താൽ പറഞ്ഞ പോലീസ് എന്ന് പറഞ്ഞ് തുറന്നു നമ്മൾ ചുറ്റും ലോക്ക് ചെയ്തുകൊണ്ട് പോകുന്നതിന് കാരണം മനസ്സിലായല്ലോ. നമ്മൾ ആവശ്യമില്ലാതെ കുഞ്ഞുങ്ങളെ പണിഷ് ചെയ്യാൻ പോകരുത്. എന്നാ അത്യാവശ്യം പറയുന്നുണ്ട്, മക്കളെ കോപിപ്പിക്കാതെ ബാലശിക്ഷയിലും, ശിക്ഷണം വേണമെന്ന് പല ദിവസവും പറയുന്നുണ്ട്. ആ ലെവലിനുള്ളിൽ നിന്ന് കുഞ്ഞുങ്ങളെ കറക്റ്റ് ചെയ്തെടുക്കുന്നത് നമ്മുടെ കടമയാണ്. പത്യോപദേശത്തിലും പോറ്റി വളർത്തുക. ഉപദേശം കൊടുക്കണം. എപ്പോഴാണ് ഉപദേശം കൊടുക്കുന്നത്? ഏത് സമയത്ത് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് എപ്പോൾ ഉപദേശം കൊടുക്കാൻ പറ്റും? എന്റെ ജീവിതത്തിലെ ഒരു അനുഭവം എന്ന് പറഞ്ഞോട്ടെ, അത് മഹത്തായതാണെന്ന് പറയുന്നില്ല. അച്ഛൻ്റെ അമ്മയെ കുറിച്ച് പറഞ്ഞു. വീട്ടിൽ ഞങ്ങള് ചെറുപ്പത്തില് സന്ധ്യ ഇരുട്ടായി കഴിഞ്ഞാൽ ഓടിവോളം കഴിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കുളിച്ചു കഴിഞ്ഞ് എത്തിക്കഴിഞ്ഞാൽ വേദപുസ്തകം വായിച്ച് പാട്ട് പാടി പ്രാർത്ഥിക്കാതെ എന്റെ അമ്മയെ ഒരു ദിവസം പോലും ഞങ്ങൾക്ക് ആഹാരം തന്നിട്ടില്ല. ഈ ആഹാരം കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാണ് ഞങ്ങളെല്ലാം കൂടി ഇരിക്കുമ്പോൾ ഇന്നത്തെ ചിന്താവിഷയം എന്നുള്ള പേപ്പറിലെ സബ്ജക്ട് ഞങ്ങൾ സംസാരിക്കണം, വായിച്ചിട്ട് അച്ഛനെ അമ്മച്ചിയെ പറഞ്ഞു കേൾപ്പിക്കണം. ഇന്നത്തെ ചിന്താവിഷയം എന്താണ്? അതുപോലെ ഏതെങ്കിലും മാതാവുന്ന കൺവെൻഷനോ അച്ഛന്മാരുടെ പ്രസംഗം കേട്ടിട്ട് വന്നാൽ അമ്മ അപ്പോൾ എന്താണ് പ്രസംഗത്തിന്റെ സാരാംശം എന്ന് ഞങ്ങൾ പറയണം. ഏകദേശം ഒരു രൂപത്തിൽ നന്നായി പറഞ്ഞില്ലെങ്കിൽ അടി കിട്ടും, അമ്മ അടിക്കുമായിരുന്നു. അപ്പൊ ഉപദേശിക്കണമെങ്കിൽ ഇതുപോലുള്ള ഒരു പ്രാർത്ഥന കൂട്ടായ്മ കഴിഞ്ഞിട്ട് വേണം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ. അപ്പൊ കൂടുമ്പോൾ ഇമ്പമാണ് കുടുംബം എന്ന് എല്ലാവർക്കും അറിയാം. ഇമ്പം എന്നുള്ള വാക്ക് ഏതുമായിട്ടാണ് ബന്ധം? പാട്ടുമായിട്ടാണ് ബന്ധം. അപ്പൊ അങ്ങനെ കുടുംബം ആകണമെങ്കിൽ നമ്മൾ പാട്ട് പാടി വേദപുസ്തകം വായിച്ച് പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മൾ ആഹാരം കൊടുത്ത് കുഞ്ഞുങ്ങളുമായിട്ട് സംസാരിക്കാൻ. ഈ സംഗീതവുമായിട്ട് വലിയ ബന്ധമാണ്. പഴയ കാലങ്ങളിൽ ഏത് ക്രിസ്ത്യൻ കുടുംബത്തിൽ പോയാലും പഠിക്കപ്പെട്ട് പോകുമ്പോൾ നമുക്ക് നല്ല പാട്ട് കേൾക്കാം. ഒന്നുമല്ലെങ്കിൽ എന്ത് ദിശയെ ദൈവത്തിന് സേവനമുള്ള പാട്ടുകളും കേൾക്കാം. ഹിന്ദു കുടുംബങ്ങളിലാണെങ്കിലും രാമ 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 ഫഹിമ എന്നുള്ള പാട്ട് കീർത്തനം മുതൂരിൽ നിന്ന് കേൾക്കാം. ഇന്ന് കേരളത്തിലും പ്രാർത്ഥനയില്ല, കൂട്ടായ്മയില്ല. എനിക്ക് ഇവിടുത്തെ കാര്യം എനിക്കറിയില്ല. പല കുടുംബങ്ങളിലും പ്രാർത്ഥന കാണുമായിരിക്കും. അതുകൊണ്ട് ഈ പ്രാർത്ഥന ഇല്ലാത്തതുകൊണ്ട് കേരളത്തിൽ എന്താ സംഭവിക്കുന്നത്? 4 വയസ്സുള്ള പെൺകുഞ്ഞിനെ ഒരു 9 വയസ്സുകാരൻ കൊന്നു. നമ്മൾക്ക് നിന്നുള്ള പരിപാടിയിൽ ഞാനൊരു സ്പീക്കറായിരുന്നു. അതിനകത്ത് ആ ചത്ത കുട്ടിയുടെ അപ്പൻ അയാളുടെ വേദന പറയുന്നൊന്ന് കേൾക്കണം. 4 വയസ്സുള്ള പെൺകുഞ്ഞിനെ 9 വയസ്സുകാരൻ കൊല്ലുക കേരളത്തിൽ. ഇതെന്താ, എങ്ങനെയാണ് നമ്മുടെ കേരളത്തിൽ? വൈ ഇറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ കേരള? കുടുംബ പ്രാർത്ഥനയില്ല, ദൈവമില്ല, യാതൊരു പ്രാർത്ഥന കൂട്ടായ്മയില്ല. നമ്മളുടെയൊക്കെ പ്രായമുള്ളവരുടെ കാലത്തൊക്കെ നമുക്ക് ശിക്ഷണം കിട്ടുകയും മാതാപിതാക്കൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്താൽ ദൈവം ഉള്ളിലുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു വൃത്തികേടിന് ആരും പോകില്ല. കേരളത്തിൽ ഇപ്പോൾ 60-61 വയസ്സുള്ളവരാണ് ഏറ്റവും മോശമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നടക്കുന്നത്. എന്തുകൊണ്ടാണിത്? കൂട്ടായ്മയോ പ്രാർത്ഥനയോ ഇല്ല. ഇന്ന് കേരളത്തിൽ കൂട്ടായ്മയുള്ള ഒരൊറ്റ സ്ഥലത്താണ്. അത് ഞാൻ പള്ളിയിൽ നിന്ന് പറയുന്നത് എനിക്ക് വേദനയോടുകൂടിയാണ് പറഞ്ഞോട്ടെ. പെർമിഷൻ. കേരള സ്റ്റേറ്റ് ബ്രിവറീസ് കോർപ്പറേഷൻ വിസ്കി ബ്രാൻഡിരിക്കുന്നവരുടെ മുമ്പിലത്തെ ലൈൻ എന്ന് കാണണം. 75 വയസ്സുള്ള അവറാച്ചായനുണ്ട്, തൊട്ട് മുമ്പിൽ ഇബ്രാഹിം കുട്ടിയുണ്ട്, പുറകെ രാമകുട്ടിയുണ്ട്. എന്തൊരു മതമൈത്രിയാണെന്ന് അറിയാമോ ലൈനിൽ? വിസ്കി ബ്രാൻഡിക്ക് വന്നിരിക്കുക. അതേസമയം അവറാച്ചന്റെ ഭാര്യ പറയാണ്, എന്റെ അച്ചായവരുടെ മുളകും തീർന്ന് പഞ്ചസാരയും നാളത്തേക്ക് ചായക്കില്ല, ഒന്നിച്ചിരി പഞ്ചസാര മാറ്റുകൊണ്ട് ഈ അച്ചായ പോകില്ല. ആ സമയത്ത് ഒരു പരിപാടിക്കും പോകില്ല. ഈ ലൈനിലാണ് പോയിരിക്കുന്നത്. എങ്ങനെ കുടുംബങ്ങൾ നന്നാവും? എവിടെ പോയി നമ്മുടെ പ്രാർത്ഥന? കൂട്ടായ്മ എങ്ങോട്ട് പോയി? ഇതാണ് നാശത്തിന്റെ ഏറ്റവും വലിയൊരു കാര്യം. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ അധ്യായത്തിൽ തന്നെ വിളിച്ചു പറയുന്നു. ക്രിസ്തീയ വേഷം ധരിപ്പിക്കാൻ പറയുന്നുണ്ട് പൗലോസ്ലിയ. എഫേസ്യരോട് പറഞ്ഞ പൗലോസ്ലിയ. ആ വേഷം എന്താണെന്ന് നമുക്ക് നോക്കാം. ആ വേഷം ഇടാൻ റെഡിയാണ് മക്കൾ? നിങ്ങൾ പെൺകുട്ടികളുടെ ക്രിസ്തീയ വേഷം ധരിക്കാൻ റെഡിയാണ്? ആദ്യം പ്രിപ്പയർ. മിലിറ്ററിക്കാരുടെ വേഷം ഇടുന്ന മാതിരി NCC-യിലൊക്കെ വേഷം ഇടുന്നില്ലേ നിങ്ങൾ? സ്കൗട്ടിലൊക്കെ അതേമാതിരി വേഷം ഇടാം. എഫേസ്യർ പൗലോസ്ലിയ ഇടിച്ചതാണ് അവരെ. നമ്മൾ ആ വേഷം ഇട്ട് കഴിഞ്ഞാൽ ഒരുവിധമായ ദോഷവും നാശവും നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിക്കുകയില്ല. ശരി, ആദ്യം തലയിലെ പട്ടാളക്കാർ എന്തോ വെക്കുന്നത്? ദിസ് ഈസ് സംതിങ് ലൈക്ക് എ റോമൻ സോൾജിയർ. തലയിൽ എന്തോ സാധാരണ വെക്കുന്നത്? തൊപ്പി.
ശരി, അപ്പൊ ക്രിസ്തീയ വേഷത്തില് പൗലോസ് എന്താ പറഞ്ഞത് വായിച്ചവർക്കറിയോ? എന്താണ് തൊപ്പി? എന്താണ് തലയിലെ തൊപ്പി? ഹെഡ്ഗിയർ എന്നാണ് വെക്കുന്നത്. കൈ വിടുമോനെ ഒന്ന് കൈയെടുത്തറിയില്ല. അത് ബൈബിളിൽ പൗലോസ് വെച്ചിട്ട് ഹെൽമെറ്റ് എന്താണെന്നറിയോ മോനെ? മുമ്പ് രാജ്യം ചോദിച്ചു നമ്മളോട്. സാൽവേഷൻ, രക്ഷ, രക്ഷയാകുന്ന കിരീടം തലയിൽ ഹെൽമെറ്റ് വെക്കണം. ശിരവസ്ത്രം എന്നാണ് അതിന്റെ വാക്ക് ബൈബിളിൽ മലയാളത്തിൽ. രക്ഷയാകുന്ന. അപ്പൊ എന്താണ് രക്ഷ? മക്കളെ എന്താ രക്ഷ? മോളെ ഇവിടെ പ്രായമുള്ള പെണ്ണ് രാജ്യം നിന്ന് പറഞ്ഞ് മനസ്സിലായിരിക്കും. നിങ്ങളുടെ കാഴ്ചപ്പാട്ടിലെ രക്ഷ എന്താണ്? ഏതെങ്കിലും ഒരു മോളം നിൽക്കുന്നു. എന്താണ് വാട്ട് ഈസ് ദി സാൽവേഷൻ? പല വർഗ്ഗ നമ്മുടെ ക്രിസ്തീയ ഗ്രൂപ്പുകളിൽ നിന്ന് വാവിട്ട് പോയാണ് രക്ഷ രക്ഷ എന്ന്. എന്താണ് നമ്മുടെ ഓർത്തഡോക്സ് വിശ്വാസം അനുസരിച്ചുള്ള രക്ഷ? മുമ്പ് ഞാൻ പറഞ്ഞതാണ്. എന്താണ് രക്ഷ? ആരെങ്കിലും പറയാമോ? ശരി, രാജ്യങ്ങൾ പറയാൻ പോലെ ശ്രദ്ധിച്ചാട്ടെ. നമ്മൾ സ്വയമേ ശരീരവും മനസ്സും ശുദ്ധീകരിക്കണം. ശുദ്ധീകരിച്ചിട്ട് cleanse your own self, your body and mind, and then place Jesus Christ within you. യേശുവിനെ ഉള്ളിൽ ശുദ്ധീകരിച്ചതിന് ശേഷം തമ്പുരാനെ അതേപടി എടുത്ത്, തമ്പുരാന്റെ പറയുന്നത് എന്തോ? തമ്പുരാന്റെ വചനം അതുപോലെ എടുത്ത് ഹൃദയത്തിൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു. പിന്നെ ആരെങ്കിലും വന്ന് മുമ്പ് ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ ഫയർ ദം ഔട്ട്. അതാരും ആയിക്കോട്ടെ, ഞങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണെന്ന് വാവിട്ട് പറയണം. നിങ്ങളുടെ നിന്നും വേണ്ട, നിങ്ങളുടെ തലയെ കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ടും നമ്മൾ രക്ഷിക്കപ്പെടാൻ പോകുന്നത്. നമ്മൾ ജന്മം കൊണ്ട് തന്നെ ഓർത്തഡോക്സ് സഭ രക്ഷിക്കപ്പെട്ടവരാണ്. സംശയമുണ്ടല്ലോ? നല്ല വിശ്വാസമുള്ള നല്ല ഉഗ്രൻ മാതാപിതാക്കളുടെ ജന്മം കിട്ടിയിരിക്കുന്നത്. സ്ട്രോങ് ഫെയ്ത്ത് ഉള്ള ഡീപ് റൂട്ടഡ് ഫാമിലി എന്നാണ് നിങ്ങൾക്കെല്ലാം ജന്മം കിട്ടിയിരിക്കുന്നത്. സോ യു ഷുഡന്റ് വറി അറ്റ് ഓൾ. ആരും എന്തും ചോദിച്ചോട്ടെ. ഓൾറെഡി ഞങ്ങൾക്ക് സാൽവേഷൻ കിട്ടിക്കഴിഞ്ഞവരാണ് നമുക്ക്. അപ്പൊ തലയിലെ ആ ശിരവസ്ത്രം രക്ഷയാണ്. അടുത്തത് വലത്ത് കൈയിൽപ്പെട്ട ആൾക്കാർ എന്തോ എടുക്കുന്നത്? ഇവിടെ തോക്കായിരിക്കും. നമ്മൾ പണ്ട് അവിടെ വലത്ത് കയ്യിൽ എന്തോ എടുക്കുന്നത്? പഴയ കാലങ്ങളിൽ സോൾജിയർ വടക്കൻ വീരന്മാരുടെ പടങ്ങൾ കണ്ടവർക്കറിയാം. രാജുവും മമ്മൂട്ടിയങ്ങളും ഒക്കെ എടുത്തത് കയ്യില് വാളാണ്. അപ്പൊ ഈ ബൈബിളിലെ എഫേസ്യർക്ക് പൗലോസ് എന്ത് വാളെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് പറയാം. ഇവിടെ നമ്മുടെ ലേഡീസിന്റെ സെൽ ആരെങ്കിലും വലത്തയിലെ വാളെടുക്കാനാ എഫേസ്യരോട് പറഞ്ഞത്? വചനമാകുന്ന വാൾ. എന്താണ് ഈ വചനം? തമ്പുരാന്റെ വചനം എന്താണ്? ഈ ഒരു കണ്ടസില് എന്താണ് വചനം? തമ്പുരാൻ പറഞ്ഞ വചനം എന്താ? പ്രധാനപ്പെട്ട ഒറ്റ വചനം നമ്മൾ പാലിച്ചാൽ മതി. ഞാൻ നിങ്ങൾക്ക് ഒരു കൽപ്പന തരുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ച മാതിരി നിങ്ങൾ പരസ്പരം സ്നേഹിപ്പി. മനസ്സിലാവുന്നുണ്ട്? ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. മാതാപിതാക്കളൊന്നും പറഞ്ഞു കൊടുക്കണേ ദയവ് ചെയ്ത്. അത് ഞാനും ബുദ്ധിമുട്ടോ അവരും ബുദ്ധിമുട്ടും. കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായോ? ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞതാണ്, അതാണ് വചനം. അല്ലാതെ വാളെന്ന് പറഞ്ഞെടുക്കുന്നത് വചനം എടുക്കാൻ പറഞ്ഞാൽ ഇതാണ് നമ്മൾ ആദ്യം എടുക്കുന്ന ഈ വചനം. ഞാൻ നിങ്ങളെ സ്നേഹിച്ച മാതിരി നിങ്ങളും പരസ്പരം സ്നേഹിപ്പി. അതിനകത്ത് ക്രിസ്ത്യാനിന്നോ ഓർത്തഡോക്സെന്നോ യാക്കോബായെന്നോ പെന്തിക്കോസ്തെന്നോ നായരെന്നോ കീഴവനെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അമേരിക്കനെന്നോ ബ്രിട്ടീഷെന്നൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ